മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് 5 പേർ മരണപ്പെട്ട സംഭവത്തിൽ പ്രദേശവാസികൾക്കും ഒത്തിരി പറയാനുണ്ട്. മഞ്ചേരി ഓൺലൈൻ എക്സ്ക്ലൂസീവ് ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ രണ്ട് സൈഡിലും വണ്ടികൾ വെറുതെ നിർത്തിയിട്ട് പോവാണ്. ഇവിടെ അതിലാണ് ഈ ആക്സിഡന്റ് വരുന്നത്. പിന്നെ വേറെ വണ്ടി വരുമ്പോൾ അവിടെ പാസിങ് കൊടുക്കാൻ സ്ഥലമില്ല. അങ്ങനെ കാണുന്നത് നമ്മൾ ബാക്കിൽ വരുന്ന വണ്ടിക്ക് നമ്മൾ മുന്നേക്ക് എടുക്കുമ്പോഴത്തേന് മറ്റേ വണ്ടി വന്ന് നമ്മൾ ഇടിക്കുകയാണ്. അങ്ങനെ സംഭവിക്കണം. വേറൊരു സംഭവമല്ല. ഈ സംഗതിയിൽ ഇവിടെ നല്ല വീതിയുള്ള സ്ഥലമാണ്. പറഞ്ഞിട്ട് കാലമാണ്. നിയന്ത്രിക്കാൻ ആരുമില്ല, പോലീസ് ആരും ഇവിടെ നിൽക്കണില്ല. അതല്ല പ്രശ്നം. ഞാൻ അവിടുന്ന് വരികനോ, അപ്പോൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഒച്ച, ഭയങ്കരമായിട്ട് ഒച്ച. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിങ്ങനെ കുത്തിയാണ് കിടക്കുന്നത്. അതാ ഞാൻ കണ്ടത്. പിന്നെ ഞങ്ങൾ വന്നാഴ്ചയൊക്കെ ഇങ്ങനെ മമ്പർ വലിച്ച് ഒരാൾ കത്തിരി കൊടുങ്ങാട് ആ സീറ്റ് കയറി. ഈ റോഡ് നന്നാക്കിയതിന് ശേഷം വാഹനങ്ങൾക്ക് അവിടുന്ന് മുകളിൽ നിന്ന് അടിച്ച് മിന്നിട്ട് വരികയാണ് ഉണ്ടായത്. അതേസമയം ഇവിടെയും തന്നെ ഈ വളവിൽ വണ്ടികൾ ചെറുതായിട്ടൊന്ന് വൈഡായിട്ട് എടുത്തു വരിക. ഇവിടുന്ന് പോകുമ്പോൾ അങ്ങോട്ടും പോകും, അങ്ങോട്ട് വൈഡായിട്ട് പോകും, അവിടുന്ന് വരുമ്പോൾ ഇങ്ങോട്ടും വൈഡായിട്ട് വരും. ആ സമയത്ത് ആ ഒരൊറ്റ പ്രശ്നം കാരണമാണ് ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. അത് സംഗതി ശരിയാണ്. ഡിവൈഡർ നടുക്കൂടെ വരികയാണെങ്കിൽ ഇവിടെ ശരിയാവും. എന്നാൽ കുറേ മാറ്റം ഉണ്ടാവും. ആ കയറ്റത്തെങ്ങൊന്നും കെട്ട് ഇവിടെ വരെ കുറച്ച് അപ്പുറം വരെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടുമ്പോൾ നല്ല. അപ്പോൾ ആക്സിഡൻറ്റ് കുറയും, എല്ലാം കുറയും. അല്ലേ ഇവിടെ ഇനിയും ആക്സിഡൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. ഇവര് കടലാസിൽ കളി അത് പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി ക്ലിയർ ആയാലും ഇവിടെ നല്ല ഇതായി വരും. 3 എണ്ണം തുടർച്ചയായിട്ട് ഇവിടെ സംഭവിച്ചാണ്. കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് 3 ആക്സിഡൻറ്റ് തുടർച്ചയായിട്ട് നടന്നതാണ്. അതിലൊരു മരണം സംഭവിച്ചാണ്. അത് 3 നടന്നത് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ ഈ വളവാണ് ഇതിൻ്റെ മെയിൻ കാരണമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഇവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ, ഈ സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങൾ കാണാൻ കഴിയും. ഇത് റോഡിൻ്റെ ഉള്ളിലേക്കാണ്, റോഡിലേക്ക് ചേർന്നിട്ടാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അതൊക്കെ മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ ഈ വളവ് വരുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേകം കാണാൻ കഴിയും. 7 മാസം മുമ്പ് ഞങ്ങൾ ഇവിടുത്തെ നമ്മുടെ മന്ത്രിയെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തഹസിൽദാറെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ കോൺട്രാക്ടറെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ റെക്കോർഡുകളും രേഖകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അവരന്ന് ഉറപ്പ് തന്നാണ് ഞങ്ങൾ എന്തായാലും ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അന്ന് പോയതാണ്. മാർച്ചിൽ തന്നെ ഞാനൊരു അപകടത്തിൽപ്പെട്ട ആളാണ്. ഈ സൈഡിനെ ഭാഗത്തെ കുട്ടികൾ ഇപ്പോൾ നെട്ടെല്ലാം ചെറിയ സദം പറ്റിയിട്ട് പ്രശ്നങ്ങളുണ്ട്. പകലും രാത്രിയും ഒക്കെ ആയിട്ട് അശാസ്ത്രീയമായ പാർക്കിങ്ങും ശ്രദ്ധക്കുറവുകളുമാണ് ഒരു കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ഈ സമൂഹം മൊത്തം റോഡ് നന്നാക്കണെ കുറിച്ചൊരു ചർച്ച ചെയ്തിരുന്നത്. എല്ലാവർക്കും നല്ലൊരു സന്തോഷമായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റോഡിൻ്റെ സ്ഥിതി വളരെയധികം മോശമാണ്. നമുക്ക് കുട്ടികളെ കൊണ്ട് മറ്റും കുടുംബത്തോടൊപ്പം തന്നെ യാത്ര ചെയ്യുമ്പോൾ വളരെ പേടിയോട് കൂടി തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ്. അത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് തന്നെ 1.5 മണിക്കൂർ നിൽക്കേണ്ട അവസ്ഥയാണ്. കുട്ടികളെ കൊണ്ട് നിൽക്കുമ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. നമ്മുടെ ജീവൻ പൊലിയാന്ന് പറയുമ്പോൾ ഇന്നലെ നടന്ന സംഭവം നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. നേരിട്ട് കണ്ട അവസ്ഥകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് നാളെ ഇത് വരുമോ ഇല്ലയോ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇത് തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവന് ഓരോരുത്തർക്കും വിലപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് നമ്മുടെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം.